അക്രമത്തിൽ കേസ്. വിസ്മയ കേസ് പ്രതി കിരൺ ആക്രമിച്ച സംഭവത്തിൽ 4 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കൊല്ലം ശൂർനാട് പോലീസാണ് കേസെടുത്തത്. പ്രതികൾ കിരണിനെ മർദ്ദിക്കുകയും കിരണിന്റെ മൊബൈൽ ഫോൺ കവർന്നെടുക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ 12-ാം തീയതി രാത്രിയായിരുന്നു സംഭവം. സമയം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു കാണും. ഒരു സംഘം യുവാക്കൾ കിരണിന്റെ വീടിന് മുന്നിലെത്തി. വിസ്മയ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ് വലിയ പ്രകോപനം സൃഷ്ടിച്ചു. ഈ സമയം കിരൺ വീടിന് പുറത്തിറങ്ങി. യുവാക്കൾ കിരണിന് നേരെ തിരിഞ്ഞു. കിരണിനെ തലങ്ങും വിലങ്ങും യുവാക്കൾ മർദ്ദിച്ചു. മർദ്ദനത്തിൽ അവശനായി നിലത്ത് വീണ കിരണിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന മൊബൈൽ ഫോണുമായി യുവാക്കൾ കടന്നു കളയുകയായിരുന്നു. മർദ്ദനമേറ്റ കിരണിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവത്തിന് വിസ്മയ കേസുമായി ബന്ധമില്ലെന്നും പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചതായും ശൂരനാട് പോലീസ് വ്യക്തമാക്കി. (2021) MBBS വിദ്യാർത്ഥിനിയായിരുന്ന വിസ്മയെ കിരണിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പിന്നാലെ വിസ്മയുടെ കുടുംബം വലിയ തോതിലുള്ള ആരോപണങ്ങൾ കിരണിനെതിരെ ഉന്നയിച്ചു. ഒടുവിൽ പോലീസ് കിരണിനെ അറസ്റ്റ് ചെയ്തു. കേസിൽ കിരണിനെ കോടതി 10 വർഷം ശിക്ഷിച്ചു. പിന്നീട് കിരൺ സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി കിരണിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് കിരൺ വീട്ടിൽ സുഖവാസം തുടങ്ങിയത്. ഇതിനിടയിലാണ് യുവാക്കൾ കിരണിനെ വീട്ടിലെത്തി മർദ്ദിച്ചത്. റിപ്പോർട്ടർ, കൊല്ലം.